വാലേക്കും അസ്സലാം. എന്താണ് പഴംപൊരിയാ? ഇന്ന് നോമ്പ് തുറക്കാൻ എന്താ സ്പെഷ്യൽ എന്നറിയാമോ? ഇടിയപ്പവും മുട്ടക്കറിയും. അപ്പോൾ തുടങ്ങിയാലോ? എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ, എന്തുണ്ടാക്കും നോമ്പ് തുറക്കുമ്പോഴെന്ന് കേട്ടോ. അങ്ങനെ ഇന്നലെയാണെങ്കിൽ ഷെഫി കുറച്ച് താറാവ് മുട്ട കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി എങ്കിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മുട്ട റോസ്റ്റിന് എപ്പോഴും ബെസ്റ്റായിട്ട് തോന്നുന്നത് ഇടിയപ്പം തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ ആദ്യം മുട്ട പുഴുങ്ങാൻ വെച്ചു, അതിനുശേഷം ഉള്ളിയെല്ലാം കട്ട് ചെയ്തു. അങ്ങനെ മുട്ട റോസ്റ്റ് എല്ലാം വേഗം റെഡിയാക്കി കേട്ടോ. അതിനുശേഷം നമുക്ക് പിന്നെ ഇടിയപ്പമാണ്. ഇടിയപ്പം എനിക്ക് എപ്പോഴും ഇടിയപ്പം ഈ പീച്ച് എടുക്കുമല്ലോ, പീച്ച് മുതൽ എനിക്കാണെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. അങ്ങനെ ഷെഫിയാണ് എപ്പോഴും ഇടിയപ്പം പീച്ചാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പോഴും അത്ര ഒരു ബാലൻസ് ആയിട്ടില്ല ഇടിയപ്പം സെറ്റാക്കാൻ, പക്ഷേ കഴിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ ഇടിയപ്പം റെഡിയാക്കി. അതിനുശേഷം ഇന്ന് പച്ചമാങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. അങ്ങനെ പച്ചമാങ്ങ നല്ല പുളിയുള്ള 2 മാങ്ങ കിട്ടി. അങ്ങനെ അതിട്ടിന്ന് പച്ചമാങ്ങയുടെ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. അങ്ങനെ പച്ചമാങ്ങ ജ്യൂസായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടാണെങ്കിൽ അവക്കാഡോ ഉണ്ടായിരുന്നു, ചെറി ടൊമാറ്റോ ഉണ്ടായിരുന്നു ഇന്നും, അതുപോലെ വാട്ടർമെലനും ആപ്പിളും ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നല്ലോ, എണ്ണക്കടികളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ആകെ ഒരു ഫ്രൈഡേ ഓഫുള്ള ദിവസം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കേട്ടോ. അങ്ങനെ സമയമാകുമ്പോൾ എന്തെങ്കിലും ഷെഫി പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ അബ്ദുള്ളയായിട്ട് പോയി ഇന്ന് ഉന്നക്കായും അതുപോലെ കൽമാസും വാങ്ങിച്ചുകൊണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കൽമാസ് എത്ര ഞാൻ എണ്ണക്കടികൾ കൺട്രോൾ ചെയ്താലും കൽമാസ് കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൽമാസും ഉന്നക്കായും എല്ലാം സെറ്റാക്കി ഒരു ബാങ്കിൻ്റെ ടൈം ആകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കുന്ന ടൈമായി. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ആദ്യം കഴിച്ചു. പിന്നെ അതിനുശേഷം മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേർക്ക് ഒരുമിച്ച് ഒരേ ടൈമിലാണ് കയറേണ്ടതും. പിന്നെ നമ്മൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് 8 മണിയാകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എന്താണ് ജോലിയെന്ന്. ഞങ്ങൾ 2 പേരും ഷെയ്ഖിൻ്റെ പാലസിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പം നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ബിസിയാണ്, നല്ല ജോലിയാണ്. അപ്പം ഞങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയാണ് നോമ്പുതുറ സ്പെഷ്യൽ എന്നൊക്കെ പറയണേ, അറിയാൻ വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോ കാണുന്നവരെല്ലാവരോടും സ്നേഹം മാത്രം.